ഹലോ, ഇന്നൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. വെക്കേഷൻ്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ നേരെ തിരിക്കുന്നത് സൺഫ്ലവറിൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ടാണ്, തെങ്കാശിയിലുള്ള. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇടയ്ക്ക് ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ട് അവിടെ സൈഡിൽ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് ആ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം കുറച്ച് ഫോട്ടോസും എടുത്തു. കുറേ ഫോട്ടോസ് എടുത്തു. അതിൽ കുറച്ചൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫോട്ടോസ് എപ്പോഴും നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. അതുമാത്രമല്ല, ഫോട്ടോസ് ഒരു മെമ്മറീസുമാണ്. ഇതവിടെ കണ്ട കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായിട്ടുള്ള ആ ഒരു സൺഫ്ലവറിൻ്റെ ഫാം എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അതോടൊപ്പം തന്നെ നല്ല വെയിലും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ആ കാറ്റിൻ്റെ ആ ഒരു വേഗതയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള കാറ്റായിരുന്നു. പിന്നെ അതിനേക്കാളും ഉപരി ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ സൺഫ്ലവറിലെല്ലാം തേൻ നുകരാനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നെങ്കിലും സത്യം പറഞ്ഞാൽ തേനീച്ചയുടെ കടി കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കിട്ടിയ ചാൻസ് അല്ലേ, അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫാമിലി ആണല്ലോ നമുക്കെപ്പോഴും ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്തും സപ്പോർട്ടെന്ന് പറയുന്നത്. ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് UAE പോകുമ്പോൾ നാടെന്ന് പറയുമ്പോൾ ഓർക്കാനായിട്ട് നമുക്കുള്ളത് ഫാമിലിയും ഫാമിലിയോടൊപ്പമുള്ള നമ്മുടെ മൊമെൻറ്റ്സുമാണ്. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്കും പറയാനുള്ളത്. നമുക്ക് കിട്ടുന്ന സമയം അതെത്രയാണെങ്കിലും അത് മാക്സിമം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാനും റിയലൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാമിലി ആയിട്ടുള്ള ട്രിപ്പും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നതുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലഷറിൽ ഒരു കാര്യം. അപ്പോൾ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.